മുട്ടക്കറിയൊക്കെ എന്നും ഒരേപോലെ കഴിച്ചാലും ഒരു രസം ഉണ്ടാവില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം. അതുപോലെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത്. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. എല്ലാവരും പരീക്ഷിച്ചു നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാട്ടോ. എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓളെ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് അതിലേക്ക് ഒരു 2 ഗ്രാമ്പും 2 പട്ടയും 2 ഏലക്കയും 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു 2 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ടൊക്കെ ഒന്ന് വരണം കേട്ടോ. അതുവരെയും വഴറ്റിയെടുക്കാം. അത് ഇത്തിരി കഷ്ടപ്പെട്ട പണിയാണ് ഈ സവാള വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 4 പച്ചമുളക് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറിക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഈ പച്ചമുളകിന്റെ എരിവാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്തതാണ് ഈ പരുവം പോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒരു ബ്രൗൺ ഷെയ്ഡിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ഭാഗം കൂടെ ചേർത്ത് കൊടുത്ത് തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. കാരണം ഇതുവരെയൊക്കെ ഒന്ന് മതിയാവുന്നതാണ്. തക്കാളിയൊക്കെ ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ എത്തുമ്പോഴേക്കും ഇതിനകത്ത് കുറച്ച് പൊടികൾ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കണം കേട്ടോ. ഗരം മസാല ചേർക്കുന്ന വീഡിയോ കിട്ടിയില്ല. അപ്പം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റുമ്പോഴേക്കും പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പൊ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തതാണ്, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് നല്ലൊരു തിക്നെസ്സും അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടുന്ന ഈ ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുമ്പോഴേ ഇങ്ങനെ ഒന്ന് മുട്ടക്കറി ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇനി ഇതിലേക്ക് 1 മുറി തേങ്ങയുടെ 2ാം പാലും കൂടെ ഒഴിച്ച് അതും ഒന്നങ്ങ് മിക്സ് ആക്കി ഇതുപോലെ അങ്ങ് എടുക്കാം. ഈ തേങ്ങാപ്പാൽ എടുക്കുന്നതും കുറച്ച് കഷ്ടപ്പെട്ട പണിയാട്ടോ. എന്നാലും അതൊന്ന് എടുക്കുക. ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി ഇതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് പുഴുങ്ങിയ 4 മുട്ടയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ മുട്ടയൊക്കെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കും. മുട്ടയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ മസാലയും അതേപോലെ എടുക്കണം കേട്ടോ. ഇപ്പൊ മുട്ടയെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതിയാവും. ഒരുപാടൊക്കെ ഒന്ന് മിക്സ് ആക്കിയാൽ ഈ മുട്ടയൊക്കെ ചിലപ്പോൾ ഒന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ആക്കി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ മുട്ടയിലേക്ക് മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ട് നമ്മൾ എടുത്തു വെച്ച തേങ്ങയുടെ 1ാം പാല് ഒരു 1/2 കപ്പ് ഉണ്ടാവും. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് ഇതിന്റെ മെയിൻ ഐറ്റം കേട്ടോ. നല്ലൊരു രുചിയാണ് അവസാനം ഈ തേങ്ങാപ്പാല് ചേർക്കുമ്പോൾ കിട്ടുന്നത്. കൂടെ കുറച്ച് കസൂരി മേത്തി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടും കേട്ടോ. ഇതും കൂടെ ചേർത്ത് ചെറുതായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ കറി ഇവിടെ സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഇപ്പൊ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഒരുപാട് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം പറയണേ.